മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ചെലവഴിക്കുന്നത് സംബന്ധിച്ച കേന്ദ്ര ഉപാധികളിൽ ഇളവ് തേടാൻ സർക്കാർ തലത്തിൽ ആലോചന. വായ്പയുടെ വിനിയോഗം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ഉടൻ വിളിക്കും. മാർച്ച് 31-നകം തുക ചെലവഴിക്കേണ്ടതിനാൽ പദ്ധതികൾക്ക് വേഗത്തിൽ ഭരണാനുമതി ലഭ്യമാക്കാനാണ് ശ്രമം. വായ്പ ചെലവിടുന്നത് സംബന്ധിച്ച് ഉപാധി വച്ചത് കേരളത്തോടുള്ള നീതി നിഷേധം എന്നാണ് മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. കേരളത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ തടുത്തു നിർത്താനും കേന്ദ്ര സഹായം ലഭ്യമാക്കി എന്ന് പുകമുറ കാട്ടാനും ഈ ലോൺ അനുവദിക്കപ്പെടും എന്ന് കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളം എന്തു വില കൊടുത്തും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷത്തിൽ തന്നെ അവിടെ പുനർനിർമ്മാണം പൂർത്തിയാക്കണം എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട്, അഥവാ വീടുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന ആദ്യഘട്ട നടപടിയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് ഏതു സഹായവും ഏതു ലോണും സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളം. ഇങ്ങനെ ലഭ്യമാകുന്ന ലോൺ ഇനി കേരളത്തിൻ്റെ ബോറോയിങ് കപ്പാസിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കേന്ദ്രത്തിൻ്റേത് കുറുക്കന്റെ ബുദ്ധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയ കുറുക്കനുണ്ടായിരുന്നു, പണ്ട് കഥകളിലെ കുറുക്കൻ. ആ കുറുക്കന് സ്നേഹം തോന്നി കൊറ്റിയോട്. എന്നിട്ട് കൊറ്റിയെ വിരുന്നിന് വിളിച്ചു സ്നേഹത്തോടു കൂടി. കൊറ്റി വന്നപ്പോഴത്തേക്കും പരന്ന പാത്രത്തിൽ സൂപ്പ് കുളമ്പി. ആ കുറുക്കനാണ് കേന്ദ്ര ഗവൺമെൻറ്. കഥകളിലെ കുറുക്കൻ മോദിയായി, മോദി ഗവൺമെൻറ്റായി, BJP ആയി വന്നിരിക്കുന്നു. ശുദ്ധമായ തട്ടിപ്പും വഞ്ചനയുമാണിത്. കേരളത്തിലുള്ള കഥ തന്നെയാണിത്. 50 വർഷത്തെ പലിശരഹിത വായ്പ ഗ്രാന്റിന് തുല്യം തന്നെ എന്നാണ് കെ സുരേന്ദ്രന്റെ ന്യായീകരണം. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDFO ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ രാജ്, കെ സുരേന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ഈ ബാധ്യത കേന്ദ്ര കക്ഷികൾക്ക് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ആലോചിച്ചാരും തല പുകയ്ക്കേണ്ട എന്നുകൂടി പറഞ്ഞ് അതിനകത്തൊരു ഒളിയമ്പ് കൂടിയുണ്ട്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും കാണാച്ചരടുകൾ ഉണ്ട് എന്ന് സംസ്ഥാനം ഭയപ്പെടുന്നുണ്ടോ ഈ 50 വർഷത്തേക്ക് വായ്പ നൽകുമ്പോൾ? ലക്ഷ്മി, ഈ തുക, അതായത് ഈ 530 കോടി രൂപ ഗ്രാൻഡായി അനുവദിക്കണം, അല്ലെങ്കിൽ 2000 കോടി രൂപ ഗ്രാൻഡായി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. പക്ഷേ ഈ തുക, അതായത് വായ്പയായി സംസ്ഥാനത്തിന് തുക വേണമെന്ന ആവശ്യം കൂടി, വായ്പയായി തുക സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന ആവശ്യം കൂടി കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 530 കോടി രൂപ കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഇത് 1.5 മാസത്തിനകം ഇതിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള നിബന്ധനയാണ് സംസ്ഥാനത്തിന് മുന്നിൽ പ്രതിസന്ധിയായി ഉള്ളത്. അതായത് വായ്പയായി സംസ്ഥാനത്തിന് തുക വേണം. അത് 50 വർഷം കൊണ്ട് പലിശരഹിത വായ്പയായി തിരിച്ചടയ്ക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയും. പക്ഷേ അതിന് 1.5 മാസത്തിനകം ഏത് രീതിയിലാണ് ആ തുക ചെലവഴിച്ചതെന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ ഹാജരാക്കണമെന്ന നിബന്ധന അത് സംസ്ഥാനത്തിന് എന്തായാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ രീതിയിൽ ചെലവഴിക്കാൻ പറ്റുന്ന പദ്ധതികളല്ല കേന്ദ്രം ഇക്കാര്യത്തിൽ നിബന്ധനയായി മുന്നോട്ട് വെച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായി ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഈ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികൾക്കാണ് ഈ തുക വിനിയോഗിക്കാനാവുക എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവിടുത്തെ റോഡ്, വെള്ളാർമല ഉൾപ്പെടെയുള്ള സ്കൂളുകൾ, ജലഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്നാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. പക്ഷേ
ഈ ഫെബ്രുവരി പകുതിയായി, ഇനി 1.5 മാസം ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ആ പദ്ധതി ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ തുക വിനിയോഗിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിയുക എന്നുള്ളത് ന്യായമായും സംസ്ഥാനം ഉന്നയിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് വിശദീകരണം നൽകിയാലും അത് ന്യായീകരണമല്ല. അത് കെ സുരേന്ദ്രൻ പറയുന്നതിൽ പോലും അക്കാര്യത്തിലൊരു ഒളിച്ചുകളി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് വേണം കരുതാൻ. സംസ്ഥാന സർക്കാർ എന്തായാലും ഈ തുക നേടിയെടുക്കാനും അത് വിനിയോഗിക്കാനുമുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വൈകാതെ തന്നെ ചേരും. അതിൽ എങ്ങനെയാണ് ഈ തുക ചെലവഴിക്കേണ്ടത്, അടിയന്തരമായി ഏതൊക്കെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ തുക ചെലവഴിക്കാൻ അനുവദിക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ വൈകാതെ കടക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗം വൈകാതെ തന്നെ ചേരും. മറ്റൊന്ന്, ഇക്കാര്യത്തിലൊരു ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി സർക്കാർ തേടുകയാണ്. അത് ഈ മാർച്ച് 31-നുള്ളിൽ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന ആ നിബന്ധന എടുത്തു മാറ്റണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് വൈകാതെ തന്നെ കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ട് അക്കാര്യം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഏറ്റവും പ്രധാനമായും 2000 കോടിയുടെ അടിയന്തര സഹായം ഈ പുനരധിവാസ പദ്ധതികൾക്കായി വേണമെന്നതായിരുന്നു. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ വികസന പ്രവർത്തനങ്ങളുടെ അനുബന്ധ പദ്ധതികൾക്കായി കേരളം ആവശ്യപ്പെട്ട വായ്പാ തുക മാത്രമാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. അതിലാണ് ഇത്തരത്തിൽ 1.5 മാസത്തിനുള്ളിലുള്ള നിബന്ധന കൂടി കേന്ദ്രം വെച്ചിട്ടുള്ളത്. ലക്ഷ്മി. അർജുൻ രാജ, തിരുവനന്തപുരത്ത്.